ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വഴിയൊക്കെ വീടിൻ്റെ മൊത്തം വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ നേരിട്ടാണ്. അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ പൊന്തയും കാടൊക്കെ പിടിച്ച് കിടക്കണം. ഈ മഴ പെയ്യുമ്പോൾ ഒന്ന് പുല്ലൊക്കെ ആകെ ഒന്ന് മുളച്ച് വരും കേട്ടോ. അപ്പോൾ ഈ മക്കളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നില്ല, അപ്പോൾ പേടിയില്ല. അപ്പം ഞാൻ ആ വഴിയൊക്കെ ഇങ്ങനെ കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക പുറത്തേക്ക് ഒന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ ചെത്തിക്കോരും. അപ്പോൾ അതാ ഞാൻ ചെത്തിക്കോരിയുടെ ഞാൻ ബ്രഹ്മി നിൽക്കണ്ട് കേട്ടോ. രണ്ട് ബ്രഹ്മി തൈ നിൽക്കണ്ടായിരുന്നു അവിടെ. അപ്പോൾ അപ്പുറത്ത് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒക്കെ പറ്റ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ചെത്തിക്കോയപ്പോൾ ഇവിടെ രണ്ട് മുരട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറിച്ച് കളഞ്ഞില്ല, കാരണം കുട്ടികൾക്കൊക്കെ അരച്ചിട്ട് അതിന് നീര് കൊടുക്കണം, ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ ഞാൻ അതവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള വഴിയൊക്കെ ഒരു സൈഡ് മൊത്തം ചെത്തിക്കോരി കേട്ടോ. ഒക്കെപ്പാടെ ഒന്നിച്ച് ചെത്തിക്കോരാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ചെത്തിക്കോരി ചെയ്യാലോ. അപ്പോൾ അത് അമ്പാടിയും കൂടിയുണ്ട്. അമ്പാടി ഇതാ ചൂലൊക്കെ ഇട്ടിട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ഭാഗം ചെത്തിക്കോരി പുല്ലൊക്കെ ഇടുമ്പോൾ ഒക്കെ പുറക്കി അപ്പുറത്ത് തോട്ടിക്ക് കേട്ടോ. അപ്പോൾ ഇതാ ചെറിയൊരു തോടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിന് മീൻ പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ആ തോട് ഇപ്പോൾ പറ്റ പുല്ലും അതുപോലെ ചപ്പും ചവറൊക്കെ നിറഞ്ഞിട്ട് ആകെ ഇങ്ങോട്ട് ഇതായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ തോടെ ഏതാ മിറ്റതൊന്നും അറിയാത്ത വിധത്തിലായിട്ട് കിടക്കുന്നത്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ അതിന് മണ്ണെടുക്കലുണ്ട് കേട്ടോ. പ്രാവശ്യം ഞങ്ങൾ അതിന് മണ്ണെടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ താന്ന് വെള്ളം എന്തായാലും മിറ്റത്തേക്ക് കയറും കേട്ടോ. കാരണം തോടിൻ്റെ താഴ്ച കുറവാണ്. മണ്ണെടുക്കുകയാണെങ്കിൽ നല്ല താഴ്ന്ന് കിടക്കും കേട്ടോ. അപ്പോൾ നല്ല പുല്ലുണ്ട് കേട്ടോ തോട്ടിൽ. അപ്പോൾ ഓരോ ഭാഗങ്ങളൊക്കെ ഞാൻ പിന്നെ ചെടി നടാനൊക്കെ കുറച്ച് മണ്ണൊക്കെ ഞാൻ ഉമ്മർത്തെ തോട്ടിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നിറച്ച് പൊന്തയും ചപ്പും ചവറൊക്കെ ഉള്ള കാരണം ഞാൻ എടുത്തിട്ടില്ല. ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഓരോ സൈഡ് കുറച്ചങ്ങനെ ചെത്തിക്കോരി വൃത്തിയാക്കാന്ന് വെച്ചിട്ട് ഞാൻ അതിന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ മക്കളുണ്ട് കേട്ടോ കൂടെ. മക്കൾ ചെത്തിക്കോരുന്നൊന്നുമില്ല, ഓലവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഓലിൻ്റെ കൂടെ അവിടെ വഴിക്ക് വന്നാട്ടോ. അപ്പോൾ അമ്മ എന്താ പറയുക അപ്പുറത്ത് അതേപോലെ പുല്ലൊക്കെ വെട്ടുണ്ടാകും. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾക്കൊരു പണിയാട്ടോ, ചെത്തിക്കോരലും വൃത്തിയാക്കലൊക്കെ. രാവിലെ എന്തായാലും നടക്കും. രാവിലെ പൊരിഞ്ഞ വെയിലാവും കേട്ടോ, പാടല്ലേ, ഭയങ്കര വെയിലാവും. അപ്പോൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങും. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി ഇതൊക്കെ ഒന്ന് ചെത്തിക്കോരി വൃത്തിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ മഴ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട കേട്ടോ. മഴ ചെയ്ത് അതേപോലെ തന്നെ പുല്ല് പൊന്തും. വേനൽക്കാലം ആകുമ്പോൾ ഇട്ടത് നടക്കുള്ളൂ. ഇനിയിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ മഴ പെയ്താൽ മുറ്റം മൊത്തം വെള്ളമായിരിക്കും. കാരണം ഈ തോട് നിറഞ്ഞ് മുറ്റത്തേക്കൊക്കെ വെള്ളം വരും. എല്ലാ പ്രാവശ്യവും വിചാരിക്കും ഞങ്ങൾ മഴ വരുന്നതിൻ്റെ മുന്നേ കെട്ടണം. പക്ഷെ സമയമാകുമ്പോൾ അത് കഴിയട്ടോ. എന്താ സാമ്പത്തികം വേണം. കാരണം ഈ തല തൊട്ട് ആ തല വരെ കെട്ടാണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ കെട്ടാൻ കഴിയില്ല കേട്ടോ. വീടിൻ്റെ പണി തന്നെ ഏകദേശം കഴിഞ്ഞിട്ട് നിലമ്പടിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ പൈസ മനസ്സിലും ചെയ്യാച്ചിട്ട് ഇങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെത്തിക്കോരി വൃത്തിയാക്കും. കാരണം മക്കൾക്ക് അമ്പാടി സോനും അപ്പൂനെയല്ലേ പേടി. അമ്പാടി ഇങ്ങനെ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ വീട്ടിലേക്കും പോവും, അവിടെ നിന്ന് ഇങ്ങോട്ടും വരും. അത് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടി കേട്ടോ. എന്താ പറയുക, ഓനാണെങ്കിലോ പുല്ലുണ്ടോ ചപ്പുണ്ടോ ചാറൊന്നും നോക്കില്ല, അങ്ങോട്ട് പോകുന്നൊരു പോക്ക് പോവുക. അപ്പോൾ തോട്ടിക്കൊക്കെ ഇറങ്ങും. ഇനിയിപ്പോൾ ഈ വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം തോട്ടത്തെ പിന്നെ ഇതൊക്കെ പൊന്തൊക്കെ വെട്ടി അതിന് കുറച്ച് മണ്ണെടുക്കണം. മഴ പെയ്യുന്നതിന് മുന്നേ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് ചട്ടിയിലും ചെടിക്കൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, മുറ്റത്ത് ഇടുന്നത് വെറുതെ കേട്ടോ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ മുറ്റത്ത് പിന്നെയും എന്താ പറയുക, ആ മണ്ണ് മുഴുവൻ ഒലിച്ച് തോട്ടിക്ക് തന്നെ പോകും. വെറുതെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അങ്ങനെ എടുത്തിട്ട് ഇടലുണ്ട്. എന്നാലും തോടൊന്ന് കുറച്ചുകൂടി താന്ന് കിടന്നാലും നമുക്ക് വെള്ളം പെട്ടെന്നാണ് കയറില്ല. അല്ലെങ്കിൽ പിന്നെ എന്തായാലും നല്ല കയറും മുറ്റത്തേക്ക് കേട്ടോ. അപ്പോൾ അതാ മക്കൾ അവിടെ കൂടി കളിക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ ചെത്തിക്കോരിക്കൊണ്ടിരിക്കുക. അമ്മ അവിടെ തോടിൻ്റെ അപ്പുറത്തെ തലക്കിൽ കുറേ പുല്ലുണ്ട്, അതൊക്കെ അരിഞ്ഞ് നമുക്ക് ചെത്തിക്കോരാൻ വയ്ക്കില്ല. അപ്പോൾ അമ്മ അത് അരിവാളോട് ഇങ്ങനെ അരിഞ്ഞിട്ട് കളയട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ആരോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അമ്മ അവിടെ ഇല്ല. അപ്പോൾ അമ്മേരെ ഫോണാണ് അടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മേരെ ഫോണൊന്ന് എടുത്തിട്ട് വരാച്ചിട്ട് ആരെ വിളിക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ചപ്പൊക്കെ ചെത്തി കോരിയതൊക്കെ തട്ട കിടക്കുന്നു. ഒക്കെ ഒന്ന് കോരി അപ്പുറത്തേക്കാണ് കേട്ടോ. ഉണങ്ങി കഴിഞ്ഞാൽ ഞങ്ങളത് എടുത്തിട്ട് കത്തിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. വെറുതെ ഇരിക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കട്ടെ വൈകുന്നേരം ആകുമ്പോൾ. കാരണം ചെടിക്ക് വെള്ളം ഒഴിക്കാനും ചെടിയിൽ മണ്ണ് ഇടാനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ പണികളൊക്കെ കേട്ടോ.
അപ്പോൾ രാവിലെ ഈ പരിപാടിക്കൊന്നും നിൽക്കില്ല കേട്ടോ. കാരണം രാവിലെ നല്ല വെയിലാവും കേട്ടോ. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ തന്നെ കഴിയില്ല. അപ്പോൾ രാവിലെ ചോറും കറിയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ പണി തടിക്കലും തുടക്കൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് അകത്തന്നെ ഇരിക്കും കേട്ടോ. വൈകുന്നേരം പോകുന്ന ഇറങ്ങി ഇതൊക്കെ ചെയ്യും. പിന്നെ ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അമ്മയും വരും കേട്ടോ. അമ്മ അതേപോലെ വെറുതെ ഇരിക്കും കേട്ടോ. അമ്മ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യും. അമ്മ കുറേ പച്ചക്കറി ഇതൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാ വഴിയൊക്കെ ഏകദേശമൊക്കെ എന്താ പറയുക ചെത്തിക്കോരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ തോടിൻ്റെ ഭാഗം കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ടിട്ട് എന്നിട്ട് അതിന് വേണം കുറച്ച് മണ്ണെടുക്കാൻ. മണ്ണെടുത്തിട്ട് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വേണ്ടിയിട്ട് അതിലൊക്കെ നിറച്ച് വയ്ക്കാൻ. കാരണം മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക മണ്ണ് കിട്ടാൻ പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ചാലേ അറിയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നോ ഇല്ലയെന്നുള്ളത് കേട്ടോ.